നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തൃണമൂൽ എംപിമാരെയും MLA-മാരെയും നേതാക്കന്മാരെയും അടക്കം BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ച രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മമതാ ബാനർജിക്ക് MLA-മാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 2 MLA-മാരെ ഇതിനകം പുറത്താക്കി കഴിഞ്ഞു. മമതാ ബാനർജിയെ സ്വന്തക്കാരനെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഏറ്റവും അടുപ്പക്കാരനെ പ്രതിപക്ഷ നേതാവാക്കി നിയമിക്കാനുള്ള തീരുമാനമാണ് പാർട്ടി നേതാക്കന്മാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP ആക്രമണത്തിനെതിരെ കൊൽക്കത്തയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ പാർട്ടിയുടെ 80 എംപിമാരിൽ ആകെ പങ്കെടുത്തത് 5 പേർ മാത്രമാണ്. ബാക്കി ആളുകൾ പുറത്തു നിൽക്കുന്നു. അവർ ഹോട്ടലിൽ യോഗം ചേർന്നു എന്നാണ് പുറത്താക്കപ്പെട്ട മമതയുടെ വിശ്വസ്തനും തൃണമൂൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ നേതാവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മമതാ ബാനർജി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ്. കാരണം കൂടുതൽ MLA-മാർ മറുഭാഗത്ത് മമതയ്ക്കെതിരെ അണിനിരക്കുകയാണ്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് കാണിച്ച് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവർണർക്കും കത്ത് നൽകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മമത ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബംഗാളിൽ ഒരു കാലത്ത് CPM-നോട് അടിച്ചു നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തി. ബംഗാളിൽ 2011-ൽ 35 വർഷത്തെ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന മമതയുടെ വാക്കുകൾക്ക് എതിർവാക്കില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ. എന്നാൽ അതെല്ലാം മാറിയിരിക്കുന്നു. മമതാ ബാനർജിയുടെ അപ്രമാദിത്വത്തിനെതിരെ, മമതാ ബാനർജിയുടെ മേൽക്കോയ്മയ്ക്കെതിരെ പാർട്ടിക്കകത്ത് പടയൊരുക്കം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പക്ഷേ അധികാരത്തിന്റെ സുഖശീതളിമ അനുഭവിക്കുന്ന ആരും മമതാ ബാനർജിയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, നഗരസഭയിലെ കൗൺസിലർമാർ അടക്കമുള്ളവർ കൂട്ടത്തോടെ കൂറിമാറി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി എന്തായിരിക്കും? സ്വാഭാവികമായും മമതാ യുഗം അവസാനിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോ തൃണമൂലിൽ മമത ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണുള്ളത്. ഇതിനു മുമ്പ് തന്നെ 80 പേരുള്ള 80 MLA-മാരുടെ യോഗം വിളിച്ചപ്പോൾ 60 പേർ പങ്കെടുത്തിട്ടില്ല, 20 പേരാണ് പങ്കെടുത്തത്. ഇന്നലെ 80-ൽ 5 പേരായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മമതയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നത്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ അകത്ത് പലർക്കും മമതയുടെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അവരാരും അത് പ്രകടിപ്പിച്ചിട്ടില്ല. സുവേന്ദു അധികാരി മമതയ്ക്കൊപ്പം നിൽക്കുകയും പിന്നീട് BJP ഓപ്പറേഷൻ ലോട്ടസിലൂടെ BJP സുവേന്ദു അധികാരി അപ്പുറത്ത് മറുചേരിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ തൃണമൂലിനകത്തുണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ തൃണമൂലിനൊപ്പം നിന്ന് MLA-മാരിലും നേതാക്കളിലും ഒക്കെ പലർക്കും മമതയോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ അവർ പാർട്ടി വിട്ടുപോയില്ല. അധികാരത്തിന്റെ അപ്പകഷ്ണം അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി വിട്ടു പോകേണ്ടതില്ല. അധികാരം നഷ്ടപ്പെടുന്ന കാലത്ത് അത് ചിന്തിച്ചാൽ മതിയെന്നായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. ഇപ്പൊ പക്ഷെ സ്ഥിതിഗതികൾ മറിച്ചാണ്. അധികാരമില്ല, അധികാരം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ മമതയുടെ ഏകാധിപത്യ ഭരണം നടക്കില്ല. അല്ലെങ്കിൽ മമത പറയുന്നതേ ഇനി തൃണമൂലിൽ നടക്കുമെന്ന് വാശി പിടിക്കാൻ മമതയ്ക്കാകില്ല. കാരണം പരാജയത്തിന്റെ പ്രധാന കാരണം മമതയുടെ ഏകാധിപത്യ രീതി. മമതയ്ക്ക് അടുപ്പമുള്ളവർക്ക് അധികാരം നൽകി അല്ലെങ്കിൽ എല്ലാം മമതയ്ക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകിയത് തന്നെയാണ് പാർട്ടിയെയും അല്ലെങ്കിൽ തൃണമൂലിനെയും ചൊടിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സ്വാഭാവികമായും മമതയുടെ ഒരു രീതി വെച്ച് നമുക്കറിയാം, രാഷ്ട്രീയമായി മമതയ്ക്ക് എവിടെ ഗുണമുണ്ടോ അവിടെയാണ് മമത അവർക്കൊപ്പമേ മമത നിൽക്കാറുള്ളൂ. അതിപ്പോ BJP-ക്കൊപ്പം നിന്നാലാവട്ടെ, കോൺഗ്രസിനൊപ്പം ആകട്ടെ, പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായി മമത പോകുന്നു. അപ്പോൾ മമത എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇനി മമതയെ തൃണമൂൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയാലും മമത മറ്റേ ആർക്കെങ്കിലും ഒപ്പം അണിചേർന്നാലും എന്തൊക്കെ പറഞ്ഞാലും തൃണമൂൽ കോൺഗ്രസ് കെട്ടിപ്പടുത്തിയത് മമത തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മമത കഷ്ടപ്പെട്ട് CPM-മായി പോരടിച്ച് തന്നെയാണ് ബംഗാളിലെ സ്ഥാനമുറപ്പിക്കുന്നത്. ബംഗാളിൽ വ്യക്തമായ ഒരു മാർജിനായി അല്ലെങ്കിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കുന്നതൊക്കെ മമതയുടെ കഴിവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മമതയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറ്റമുണ്ടാകുന്നത് മമതയുടെ കയ്യിൽ അല്ലെങ്കിൽ മമതയ്ക്ക് പറ്റിയ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ മാറ്റമുണ്ടാകുന്നത്. ഈ പരാജയത്തിന്റെ കാരണവും മമതയാണെന്ന് പറയേണ്ടി വരും. മമതയുടെ ഏകാധിപത്യ രീതി അതിപ്പോ തൃണമൂൽ കോൺഗ്രസ് തൃണമൂലിനകത്തായാലും ബംഗാളിലായാലും ഭരണത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് മമത എടുത്ത നിലപാട്, മമതയ്ക്ക് ഇഷ്ടമുള്ള ആളുകളോട് മമത എടുത്ത നിലപാട്, ഈ നിലപാടൊക്കെ തന്നെയാണ് സുവേന്ദു അധികാരിയെ പോലും BJP-യിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും ഒന്നെങ്കിൽ തൃണമൂലിൽ നിന്ന് മമത പുറത്താകും, അതല്ലെങ്കിൽ ഈ ഇടഞ്ഞു നിൽക്കുന്ന MLA-മാർ സുവേന്ദു അധികാരിക്കൊപ്പം BJP-യിലേക്ക് പോകും. എന്തായാലും മമത യുഗം അവസാനിച്ചു. മമതയ്ക്കുള്ള തിരിച്ചടി തന്നെയാണ്. ഇനി തൃണമൂലിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ തൃണമൂലിന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ മമതയെ പുറത്താക്കാനുള്ള ശ്രമം നടത്തും. മറുവശത്ത് സുവേന്ദു അധികാരി തന്റെ പാളയത്തിലേക്ക് തൃണമൂലിൽ നിൽക്കുന്ന MLA-മാരെ കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. ഏതാണ് നടക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. തീർച്ചയായും അധികാരത്തിന്റെ എല്ലാ സുഖശീതളമയും അനുഭവിച്ച ആളുകളാണ് ഇപ്പോൾ മമതാ ബാനർജിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്
പുറത്തേക്ക് പോകുന്നത് ഒരു കാലത്ത് CPM-ന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന CPM-ന്റെ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് എതിർവാക്കില്ലാതിരുന്ന ബംഗാളിൽ നന്ദിഗ്രാമിലും സിംഗൂറിലും അടക്കം ടാറ്റ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് ആ പ്രക്ഷോഭത്തിന്റെ നെടുനായകത്വം വഹിച്ചാണ് മമതാ ബാനർജി CPM-നെ ബംഗാൾ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കി 2011 അധികാരം പിടിക്കുന്നത്. അന്ന് മമതയോടൊപ്പം ഉണ്ടായിരുന്ന സുവേന്ദു അധികാരി പോലുള്ള പ്രബലരായ ആളുകൾ ഇപ്പോൾ മറുകണ്ഠം ചാടി BJP-യിലേക്ക് പോയി അവിടെ BJP മുഖ്യമന്ത്രിയായി എന്നതും ഒരു ചരിത്രത്തിന്റെ വിധിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതിനുശേഷം മമതാ ബാനർജി ആ സുവേന്ദു അധികാരി പോയപ്പോഴും മമതാ ബാനർജി ഭരണത്തിൽ പിടിമുറുക്കുകയും മമതയുടെ വാക്കുകൾക്ക് അപ്പോഴും എതിർവാക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി മമതാ ബാനർജി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മമതാ ബാനർജി പറയുന്നതിനെ അംഗീകരിക്കേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി MLA-മാർ എത്തിയിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേന്ദ്രത്തിലുള്ള BJP-യുടെ ഭരണ സ്വാധീനം BJP ഉപയോഗപ്പെടുത്തുന്നു. രണ്ട്, സുവേന്ദു അധികാരിക്ക് തൃണമൂൽ കോൺഗ്രസ് MLA-മാരുമായുള്ള വ്യക്തിബന്ധം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ആ രൂപത്തിൽ ബംഗാളിലെ MLA-മാരെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. MLA-മാരെ മാത്രമല്ല MP-മാരെയും തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഇനി ബംഗാൾ രാഷ്ട്രീയത്തിലും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും കാര്യമായി ഒന്നും ചെയ്യാനില്ല. മമതയ്ക്ക് പ്രായം 70 പിന്നിട്ട് കഴിഞ്ഞു. പഴയതുപോലെ അവർക്ക് പാർട്ടി പ്രവർത്തനവുമായി സക്രിയമായി രംഗത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തൃണമൂലിനെ ആര് നയിക്കും? അഭിഷേക് ബാനർജിക്കൊന്നും BJP-യുടെ മണി പവർ മസിൽ പവർ രാഷ്ട്രീയത്തോട് അതേ രൂപത്തിൽ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മഹുവ മൈത്രയെ പോലുള്ള MP-മാർ ഉണ്ടെങ്കിലും അവർക്കൊക്കെ എത്രത്തോളം BJP-യുടെ മണി പവർ മസിൽ പവർ രാഷ്ട്രീയത്തിനെതിരെ ചെറുത്തുനിന്ന് പോരാടാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. നേരത്തെ ബംഗാളിൽ BJP-യേക്കാൾ വലിയ ആക്രമണം CPM അഴിച്ചുവിട്ടപ്പോൾ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ അന്നും CPM-നെ പ്രതിരോധിച്ചു. പിന്നീട് കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച CPM-നെ പ്രതിരോധിക്കാൻ മമത തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അന്ന് മമതയ്ക്കൊപ്പം ഇപ്പറയുന്ന നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. പലരും അന്ന് തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. മമത അവിടെ രാഷ്ട്രീയം കെട്ടിപ്പടുത്തതോടുകൂടിയാണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഒരു പ്രബല ശക്തിയാക്കി മാറ്റിയതോടുകൂടിയാണ് പലരും മമതയ്ക്ക് പിന്നിൽ അണിനിരുന്നത്. അവരെല്ലാം ഇന്ന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി മമതയെ കൈവിട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെയും മമതാ ബാനർജിയുടെയും ഭാവി ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ ഇനി അത്ര ശോഭനമായിരിക്കില്ല. കാരണം പ്രായാധിക്യത്വം തന്നെ മമതാ ബാനർജിയെ തളർത്തിയിരിക്കുന്നു. അഭിഷേക് ബാനർജിയും മഹുവ മൈത്രയെ പോലുള്ള ആളുകൾക്ക് എത്ര കാലം ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, അഭിഷേക് ബാനർജിയെ നേതൃതലത്തിലേക്ക് എത്തിച്ചത് പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് താല്പര്യമില്ല. അവരുടെ താല്പര്യക്കുറവിനെയും അവരുടെ അനിഷ്ടങ്ങളെയും എല്ലാം മറികടന്നാണ് മമതാ ബാനർജി അഭിഷേക് ബാനർജിയെ പാർട്ടി നേതൃതലത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വലിയ തിരിച്ചടി പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. അധികാരം നഷ്ടപ്പെട്ട മമതാ ബാനർജി കീഴടമില്ലാത്ത രാജാവിനെ പോലെ മമതാ ബാനർജി പറയുന്നത് കേൾക്കാൻ പോലും MLA-മാരും പ്രാദേശിക നേതാക്കന്മാരിൽ ഒരു വലിയ വിഭാഗവും കൂട്ടാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് മമതയ്ക്ക് കരകയറുക എന്നത് പ്രയാസകരമായ കാര്യമാണ്, അല്ലെങ്കിൽ കരകയറാൻ എളുപ്പമല്ല എന്ന് തന്നെയാണ് ബംഗാൾ രാഷ്ട്രീയം വീക്ഷിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന് ഇനി കാര്യമായ ഭാവിയൊന്നും ബംഗാളിനകത്തില്ല. പക്ഷേ അവിടെ ഒരു സ്പേസ് ഉണ്ട്. BJP-യിലേക്ക് പോകാത്ത തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് എങ്ങോട്ട് പോകുമെന്ന് ആശങ്കപ്പെടുത്തുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിനും നഷ്ടപ്രതാപം തിരിച്ചുപിടിച്ച് ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPM-നും വങ്കനാടിന്റെ മണ്ണിൽ വർഷങ്ങൾക്ക് മുമ്പ് അധികാരം കയ്യേറിയ കോൺഗ്രസിനും അവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കോൺഗ്രസും CPM ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളെ കൂടുതൽ വളർത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ സ്പേസ് കൂടി BJP കവർ ചെയ്യുമെന്ന് മാത്രമല്ല, എതിരാളികളില്ലാതെ ബംഗാളിൽ BJP നടത്തുന്ന അശ്വമേധം നോക്കി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേരുമെന്നതിൽ തർക്കമില്ല.